എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഇന്ന് അലാസ്കയാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് അലാസ്കയാണ് ഉള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകണം എന്താണെന്നറിയോ ഗൈസ്, നമ്മുടെ അലാസ്കയും കൊണ്ട് നമ്മൾ പോയിട്ട് നമ്മുടെ ലൂഫീനെ നമ്മുടെ ബസ്സിലെ ലൂഫി അത് നമ്മൾ മോഡിഫൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇച്ചിരി സ്റ്റിക്കർ അടിക്കണം, പിന്നെ ഇച്ചിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇച്ചിരി സാധനങ്ങളൊക്കെ ചെയ്യണമായിരുന്നു ഇനി വെളിയിലൊക്കെ. അത് നമ്മൾ ആദ്യം അടിച്ച സ്റ്റിക്കർ മാറ്റിയിട്ട് പുതിയ സ്റ്റിക്കർ അടിക്കാൻ പോട്ടെ ഗൈസ്. അത് എന്നാണെന്നറിയോ, നമ്മുടെ അലാസ്ക ഇപ്പോൾ ഒരു കളറായിരിക്കുമല്ലോ ഗൈസ്. അപ്പോൾ മറ്റേ വണ്ടി നമ്മളെ ലൂഫിയും കളറാവാതിരുന്നത് ശരിയാവില്ലല്ലോ. അപ്പം നമ്മൾ വിചാരിച്ച് ലൂഫിയും കൂടെ കളറാവണമെന്ന്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ലൂഫീനെ അവിടെ നമ്മൾ നമ്മുടെ ഗ്യാരേജില്ലേ, നമ്മുടെ ഗ്യാരേജല്ല, ലയൺ കിങ്ങിൻ്റെ ഗ്യാരേജ്, അവരുടെ ഗ്യാരേജ് നമ്മൾ പണിയാൻ കൊണ്ടുപോയേക്കാണ്. ഓക്കെ, അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ ലൂഫീനെ നമുക്ക് എടുക്കണം ഗൈസ്. ഓക്കെ, ലൂഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ്സാട്ട ഗൈസ്. ഓക്കെ, ഇതിൻ്റെ താഴത്തെ വീഡിയോ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ, എൻ്റെ ചാനലിൽ കയറിയിട്ട് ഈ വീഡിയോയുടെ താഴെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ന്യൂസ് എഡോൺ എന്ന് പറഞ്ഞ്. അപ്പം അതിലാണ് നമ്മുടെ ലൂഫി ഉള്ളത്. ഓക്കെ, അപ്പം അത് കണ്ട ആൾക്കാർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഓക്കെ, അപ്പം നമുക്കിനി നേരെ പോകേണ്ടതെന്ന് പറയുകയാണെങ്കിൽ പാലക്കാട് പോകണം ഗൈസ്. നമുക്കിനി പാലക്കാട് പോകണം. അവിടെയല്ലേ നമ്മുടെ ഈ അലാസ്കയും നമ്മൾ പണയം കൊടുത്തേ. അപ്പം നമുക്കിനി പാലക്കാടും പോകണം. ഓക്കെ, അപ്പോൾ ഗൈസ് പാലക്കാടിലോട്ട് ഇച്ചിരി ദൂരമുണ്ട്, പ്രശ്നമല്ല. അപ്പോൾ നമുക്ക് പാലക്കാട് എത്തിയിട്ട് കാണാം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളങ്ങനെ പാലക്കാട് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളങ്ങനെ പാലക്കാട് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി നേരെ പോകേണ്ടത് നമ്മുടെ ഷെഡിലോട്ടാണ് ഗൈസ്. ഓക്കെ, അപ്പം നമുക്കിനി ലയൺ കിങ്ങിൻ്റെ ഷെഡിലോട്ട് പോകണം. നമ്മുടെ ഈ വണ്ടിയുടെ ബസ്സും വർക്ക് അകത്തെ ഫുൾ വർക്കും പിന്നെ വെളിയിൽ ഇച്ചിരി വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതും ചെയ്തത് ഫുൾ ലയൺ കിങ് ആട്ടോ ഗൈസ്. ഓക്കെ, ഇവിടെ പെട്രോൾ ഉണ്ട്. ഓക്കെ, നമുക്ക് പെട്രോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് മാപ്പ് ഒന്ന് നോക്കാം ഗൈസ്. മാപ്പ് എവിടെയായിട്ട് ഗ്യാരേജ്. ഓക്കെ ഗൈസ്, ഇച്ചിരി ദൂരം പോകണം. ഓക്കെ, ഗൈസ് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനലിൽ അങ്ങനെ 250 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ക്രോസ് ചെയ്തേക്കാണ്. അപ്പോൾ ഗൈസ് ബിഗ് താങ്ക് യു ഗൈസ്, ബിഗ് താങ്ക് യു ഗൈസ്. ഇപ്പോൾ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല ബിഗ് താങ്ക് യു എന്ന്, പക്ഷേ ഞാൻ തന്നെ പറയണം ബിഗ് താങ്ക് യു ഗൈസ്. അതിനറിയാം, നമ്മുടെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ 250 എന്ന് പറയുന്നത് അത്യാവശ്യം ഇച്ചിരി വലിയ സബ്ബൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളാണ് അതിന് കാരണം, അത്രയും സബ് എത്തിക്കാൻ വേണ്ടി. അപ്പോൾ താങ്ക് യു ഗൈസ്. ഓക്കെ, അപ്പം നമ്മുടെ ഗാരേജ് ഇച്ചിരിയും കൂടെ പോയാൽ എത്തും. നമുക്കപ്പോൾ വേഗം പോകണം. ഓ മഴ ഗൈസ്, മഴ പെയ്യുവാണ്. മഴയല്ലേ, മഴക്കാറ് പോലും ഉണ്ട് ഗൈസ് ചെറുതായിട്ട്. ഓക്കെ, പുറകെയുള്ള മുമ്പിൽ കണ്ട ഓട്ടോറിക്ഷക്കാരൻ. ഓക്കെ, പതിയെ പോകണം. നമുക്ക് ഇച്ചിരി ഹോൺ അടിച്ച് മാറ്റണ്ടേ, അത്രയേ ഉള്ളൂ. മുമ്പിലുള്ള നെക്സോൺകാരന് മാറി. ഇതന്നെയാണ് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ. ഓക്കെ, നമുക്ക് വേണ്ടി എല്ലാവരും മാർത്തരും. പിന്നെ അല്ല ഗൈസ്, നമുക്ക് വേഗം നമുക്ക് ഗ്യാരേജിൽ പോകണ്ടേ, അതാണ് ഗൈസ്. ഓക്കെ, ഷെൻറ്റോ മോനെ ജസ്റ്റ് മിസ്. ഇവിടുന്ന് നന്നായിട്ടങ്ങ് തിരിച്ചെടുക്കണം. ഓക്കെ, ഒന്ന് ബൈക്ക് വെച്ച് ഒരു മാറി തന്നു. ഒരു ഡിഫൻഡർ പോയതാണ് ഗൈസ്. അത് ഡിഫൻഡർ മുമ്പിലുള്ള അങ്ങ് ദൂരെയുള്ള വണ്ടി ഒരു മാർത്തറു. പിന്നെ അല്ലേ ഗൈസ്, നമ്മൾ ഫേമസ് അല്ലേ. ഓക്കെ, എൻ്റെ പൊന്നു ഓട്ടോറിച്ചേട്ടാ മാർത്തൊരു വേഗം. പിന്നെ അല്ല, നമ്മളോടെ കളി, അത്രേ ഉള്ളൂ. പിന്നെ ഇത് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്, ഇത് അലാസ്ക പണിഞ്ഞ സ്ഥലം തന്നെയാണോ? അലാസ്ക പണിഞ്ഞ സ്ഥലം ആലോചിച്ച് നോക്കട്ടെ ഗൈസ്. പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞതാണ് അലാസ്ക പണിഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ബസ് കൊണ്ടുപോകണമെന്ന്. ആലോചിച്ച് നോക്കട്ടെ. അല്ല ഗൈസ്, അല്ല നമ്മുടെ അലാസ്ക പണിയാൻ വെച്ച സ്ഥലം
നമ്മുടെ മറ്റേ എവിടെയായിരുന്നു? കൊച്ചിയിലായിരുന്നു ഗൈസ്, കൊച്ചിയിലായിരുന്നു. ഇത് നമ്മുടെ ഏത് വണ്ടി പണിയാനായിരുന്നു ഇവിടെ വന്നേ? നമ്മുടെ ഇത് ഇവിടെ ഗൈസ്, ഇവിടെ നമ്മൾ കൊച്ചിയിൽ നമ്മുടെ വണ്ടിയുടെ അകഭാഗത്തെ ഫുൾ വർക്ക് ഫിനിഷ് ആക്കി. അത് കൊച്ചിയിലായിരുന്നു ടേസ്റ്റ് ലയൺ കിങ്ങിൻ്റെ അതുള്ളത്. അപ്പോൾ കൊച്ചിയിൽ നമ്മൾ ചെന്ന് അകത്തെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആക്കി. അവിടുന്ന് തന്നെയാണ് നമ്മുടെ ലൂഫി, നമ്മുടെ സെഡോണിൻ്റെ അകത്തെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആക്കിയത്. ഓക്കെ, പിന്നെ അയ്യോ വഴിയും കടന്നു പോയോ ഗൈസ്? നോക്കിയേക്കോ. അയ്യോ ഗൈസ്, അത് കുഴപ്പമില്ല. നമുക്ക് അവിടെ നിന്ന് യൂട്ടേൺ എടുക്കണം. ഇതൊരു സ്ട്രെയിറ്റ് ഹൈവേ പോലെയാണ്. അപ്പം നമുക്കിവിടെ യൂട്ടേൺ എടുക്കാൻ വല്ല സ്ഥലമുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമ്മുടെ ലൂഫി അവിടെ അകഭാഗം പണിയാൻ കിട്ടിയത് അവിടെ തന്നെയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെല്ലുന്ന സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അലാസ്കയിലെ ഗൈസ്, അലാസ്കയുടെ വെളിഭാഗത്തെ സ്റ്റിക്കറില്ലേ, വെളിഭാഗത്തെ സ്റ്റിക്കർ ഇവിടെ അടിച്ചേക്കുന്ന ഗ്രീൻ കളർ സ്റ്റിക്കറൊക്കെ, ആ സ്റ്റിക്കർ അടിച്ചേക്കുന്നതാണ് ഈ പാലക്കാട് ഒന്നാണ് നമ്മളത് അടിച്ചത്. ഓക്കെ, ചെറിയ അയ്യോ എൻ്റെ പൊന്നു ചേട്ടാ, ഇത് എന്നാ ഈ ട്രക്കാരും കാണിച്ച് ഇപ്പോൾ ഇടിച്ചതിനെ ജസ്റ്റ് മിസ്. ഓക്കെ, ഇപ്പോൾ ഇനി ഇച്ചിരി ദൂരം പോയാൽ അവിടെ വല്ല തിരിയാൻ സ്ഥലം ഉണ്ടെന്ന് തോന്നുള്ളൂ ടൈസ്. അപ്പോൾ നമുക്ക് അങ്ങ് ദൂരെ ചെന്ന് തിരിഞ്ഞിട്ട് നമുക്ക് ഗ്യാരേജിൽ എത്തിയിട്ട് കാണാം ടൈസ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ ഗ്യാരേജ് എത്താറായിട്ടുണ്ടെന്ന് പറയാം. ഇപ്പം ഇച്ചിരി ദൂരം കൂടി ഉള്ളു, അതിന് നമ്മൾ എത്തും. പിന്നെ ഗൈസ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊരു ഡൗട്ട് തോന്നില്ലേ, എന്തായിരുന്നു? അയ്യോ വഴി മറന്നു, അയ്യോ അല്ല വഴി മറന്നു പോയതല്ല ഗൈസേ, വഴി തെറ്റിപ്പോയി നോക്കിയതാണ്. അപ്പം നിങ്ങൾക്കൊരു ചെറിയ തോന്നലുണ്ടാവും, അപ്പോൾ നമ്മുടെ ലൂഫീനെ എടുക്കാൻ നേരത്ത് നമ്മുടെ അലാസ്കേനെ ആര് കൊണ്ടുപോകില്ലെന്നല്ല ഗൈസ്. അതാണ് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് ഗൈസ്, പിന്നെ അല്ല. അപ്പം ഇതാട്ടെ ഗൈസ് നമ്മുടെ ഗ്യാരേജ് എന്ന് പറയുകയാണെങ്കിൽ. ഇവിടെ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്, നമുക്ക് ഇവിടെ സൈഡിലായിട്ട് പാർക്ക് ചെയ്തിടാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ സൈഡിൽ പതിയെ പാർക്ക് ചെയ്തിടാം. അവിടുത്തെ ഷെഡിൽ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്, അപ്പോൾ അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിടാം. ഓക്കെ, നമുക്ക് പതിയെ പാർക്ക് ചെയ്തിട്ടാട്ടെ. അവർ കയറിപ്പൊക്കോളൂ, അത് അവരവിടെ നിന്നോളും, സൈഡിൽ കൂടെ കയറിപ്പൊക്കോളൂ, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ വഴി പോകണ്ട, അപ്പുറത്തെ വഴി പോട്ടെ. ഓക്കെ, വണ്ടിയില്ലല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ പോയിട്ട് ഇവർ പോകത്തുള്ളൂ എന്നാ തോന്നുന്നേ. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഗ്യാരേജിൽ ചെന്നിട്ട് നമ്മുടെ കുട്ടപ്പനെ നോക്കണം ടൈസ്. ഓക്കെ, അപ്പോൾ ആദ്യം അവൻ പുറകിൽ ഉറങ്ങുവാണ്. ഇപ്പോൾ ഇച്ചിരി നൈറ്റൊക്കെ ആയി, അപ്പോൾ അവനെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം. അപ്പോൾ എഴുന്നേൽപ്പിച്ചിട്ട് നമുക്ക് അവന് ബസ്സൊക്കെ ഓടിക്കാൻ അറിയട്ടെ. അപ്പോൾ അവനെ എഴുന്നേൽപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ബസ് കാണാൻ പോട്ടെ. അപ്പോൾ അവനെ എഴുന്നേൽപ്പിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. അവനെ അവിടെ എഴുന്നേൽപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട് ഡ്രൈവറിൻ്റെ സീറ്റിൽ. ഓക്കെ, അപ്പം അവനിപ്പോൾ ചെറുതായിട്ട് ഉറക്കക്ഷീണമായിരുന്നു. രാവിലെ ആയിരുന്നു വന്നത്. മഴ നിന്നല്ലേ, ഞാനിവിടെ വന്നപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ ഗൈസ് ഇങ്ങോട്ട് വരാത്ത. അപ്പം നനഞ്ഞില്ല അധികമൊന്നും. ഓക്കെ, അപ്പോൾ അവനെ അവിടെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബസ്സപ്പോൾ കാണാം ടൈസ്. പിന്നെ നമ്മുടെ ബസ്സിന് ഇച്ചിരി കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ലൂഫി എന്നൊക്കെ ഉള്ള പേരൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ടൈസ്. പിന്നെ ഇച്ചിരി കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കളറൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇച്ചിരി സീനൊക്കെ ഇട്ടുണ്ട് നമ്മുടെ വണ്ടി. ഓക്കെ, പിന്നെ ഗൈസ് ഞാൻ പറയാൻ മറന്നുപോയി, നമ്മൾ നേരത്തെ പറഞ്ഞില്ല നമ്മൾ എവിടെ എത്തിച്ചെന്ന് നമ്മുടെ വണ്ടിയൊക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ സ്റ്റിക്കർ അടിക്കാൻ എത്തിച്ച സ്ഥലം വർമാസ് ഗ്യാരേജ് ആട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ വർമാസ് ഗ്യാരേജിൻ്റെ സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിക്കണേ. നമ്മുടെ വണ്ടി അപ്പോൾ ഇപ്പുറത്തെ ലൂഫി നമ്മുടെ എത്തിച്ചേക്കണത്, സെഡോൺ എത്തിച്ചേക്കണത് നമ്മുടെ വർമാസ് ഗ്യാരേജിൻ്റെ അവിടെയാണ്. പിന്നെ നമ്മുടെ ഏതായിരുന്നു നമ്മുടെ അലാസ്കി എത്തിച്ചേക്കണ വർമാസ് ഗ്യാരേജിലായിരുന്നു സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി. ഓക്കെ, ലൈറ്റ് ആൻഡ് സൗണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്തിച്ചത് ഏതായിരുന്നു ലയൺ കിങ്ങിൻ്റെ അടുത്താട്ടെ, ബെസ്റ്റ് ലയൺ കിങ്ങിൻ്റെ അടുത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വണ്ടി കാണാം. 3, 2, 1 ഗോ ഗൈസ്. പിന്നെ അല്ല, അത്രയേ ഉള്ളൂ. പക്ഷെ എൻ്റെ മോനെ നന്നായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് ടൈസ്. ഇതുണ്ടോ ഗൈസ്, നമ്മൾ ഇവിടെ യെല്ലോയിഷ് ബേഡ് എന്ന് പറഞ്ഞിട്ട്, മറ്റേ ഗ്രീനിഷ് റെഡിഷ് യെല്ലോയിഷ് അതുപോലെ പറയില്ലേ ഒരു ചേട്ടൻ, അത് തന്നെ അതുപോലെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, യെല്ലോവിഷ്
ബേർഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ പേര് പറഞ്ഞില്ലായിരുന്നു ലൂഫി എന്നുള്ള പേര് മാറ്റുമെന്ന്. അത് നമ്മൾ ഡ്രാഗോ എന്നാക്കിയിട്ടുണ്ട്, ഡ്രാഗോ. ഓക്കെ, അപ്പോൾ ലൂഫി എന്നുള്ള പേര് മാറ്റി നമ്മൾ ഡ്രാഗോ എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളറുള്ള യെല്ലോയും ഗ്രീനും ഇച്ചിരി മിക്സ് ആയിട്ടുള്ളതാണ്, ലൈറ്റ് യെല്ലോ അതുപോലെ പറയാം. പിന്നെ ബാക്കിൽ നമ്മുടെ സോറോ ഇല്ലേ, സോറോയുടെ പിന്നെ വൺ പീസിലത്തെ മറ്റൊരു ഐക്കോണിക് ലോഗോ ഇല്ലേ സ്കള്ളിൻ്റെ, അത് സോറോ ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു ആണ് ബാക്കിൽ നമ്മൾ പ്രിൻ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ നമ്പർ പ്ലേറ്റ് നമ്മൾ മാറ്റിയിട്ട് KL5BS7733. ഓക്കെ, അത് നമ്മൾ ആക്കിയിട്ടുണ്ട്. അങ്ങനെ മുമ്പിൽ അതുപോലെ തന്നെ. പിന്നെ വേൾഡ് കപ്പൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഇവിടെ ദ എപ്പിക് ഹീറോ പിന്നെ അല്ല, അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ വണ്ടിയിൽ ദ എപ്പിക് ഹീറോ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ വീണ്ടും ഇവിടെ ദ എപ്പിക് ഹീറോ എന്നാക്കി. പക്ഷേ ഫോണ്ടിന് ചെറിയ വ്യത്യാസം ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത്. ഓക്കെ, പിന്നെ നമ്മുടെ വണ്ടി പറയാനുള്ളതെന്ന് പറയുകയാണെങ്കിൽ അകത്ത് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, അകത്ത് ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ മണ്ടയിലായിട്ട് നമ്മൾ ബ്ലാക്ക് കളറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോമ്പിറർ ഓൾറെഡി ബ്ലാക്ക് ആയിരുന്നല്ലോ ഈസ്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ബ്ലാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൂളിംഗ് ഫിലിം ഫുൾ ഡാർക്ക് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വണ്ടി ഒന്ന് കയറി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഈസ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി കയറിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഈസ്. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയുടെ ലൈറ്റ് ഇതൊക്കെ ഒന്ന് ഇട്ടോക്കാം. വിൻഡോ മോനെ നല്ല കൊലക്ക ലുക്ക് ഈസ്. എൻ്റെ മോനെ ഇജോയ് സാധനം ഒക്കത്തൊക്കെ കണ്ടോ ഈസോ, ലൈറ്റ് ഒക്കെ എൻ്റെ മോനെ സീൻ സാധനം. ബാക്കിൽ പിന്നെ ഇങ്ങനത്തെ ലോഗോയും കൂടെ മാസ് സാധനം. ഓഹ്, ഓക്കെ, പിന്നെ ഗൈസ് ഇതിൻ്റെ ഈ ബസ്സില്ലേ ഇതിൽ നമ്മുടെ ലോഗോ അടിച്ചിട്ടില്ല നമ്മൾ. അത് നമ്മൾ വിചാരിച്ച് അടിക്കണ്ട, ആ ലോഗോ ഒന്നും അടിക്കണ്ടെന്ന് വിചാരിച്ച്. ഓക്കെ, അത് കാരണം നമ്മുടെ ഈ ബസ്സിൻ്റെ അതിൽ ലോഗോ അടിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഹസാർഡ് ലൈറ്റ് ഒന്ന് ഇട്ടോക്കാം. ഹസാർഡ് ലൈറ്റ് ഇടുമ്പോൾ അറിയാലോ, ടോപ്പ് ലൈറ്റ് അല്ല നമ്മുടെ പിക്സൽ നെയിംബോർഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കളിക്കും. ഓക്കെ, പിന്നെ നമുക്ക് വൈപ്പർ ഇടുവാണെങ്കിൽ നമുക്കിങ്ങനെ വരും. വൈപ്പറിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിൽക്കുവാണെങ്കിൽ ഇങ്ങനെ വരും റെഡ് കളറിൽ. ഇപ്പോൾ നമ്മൾ ഹസാർഡ് ലൈറ്റ് ഓഫ് ചെയ്യുവാണെങ്കിൽ ലൈറ്റ് ഇങ്ങനെ വരും, കണ്ടോ? ലൈറ്റ് ഇങ്ങനെ എന്നാലും വരും, കണ്ടോ? ഹസാർഡ് ലൈറ്റ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും അങ്ങനെ വരും. ഇനി നമുക്ക് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഡോർ ഓപ്പൺ ചെയ്യാത്ത വലിയ വ്യത്യാസമൊന്നുമില്ല, അതുപോലെയൊക്കെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ലിപ്പിൻ്റെ കളർ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡ്രാഗോ ഇനി മുതൽ നമ്മൾ ലൂഫി എന്നല്ല ഇതിനെ പറയുന്നത്, ഡ്രാഗോ പിന്നെ അല്ലേ ഈസ്. അപ്പോൾ നമ്മൾ ഡ്രാഗോ എന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ വണ്ടീനെ പതിയെ പെറുക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ക്യാബിൻ ഇത്രയല്ലേ, ക്യാബിൻ ഇങ്ങനെ തന്നെ അതുപോലെയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പതിയെ നമുക്ക് വെളിയിൽ വെക്കാം. പിന്നെ അവനോട് ഞാൻ പറഞ്ഞായിരുന്നു ടേസ്റ്റിന് ഇറക്കി ഹൈവേ നിർത്തിക്കോളാൻ. അപ്പോൾ അവൻ ഇറക്കി ഹൈവേ നിർത്തിക്കാണും. നമ്മൾ അവിടെ ചെന്നിട്ട് ചെറുതായിട്ട് ഹോൺ അടിക്കാൻ നേരത്ത് നീ അവിടെ നിന്ന് പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനോട്. ഓക്കെ, അപ്പം അവൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ ബസ് മാസം പക്ഷെ എൻ്റെ മോനെ. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് ഹോൺ അടിക്കാം ടൈസ്. അപ്പോൾ അവൻ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബസ് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അവനപ്പോൾ പുറകെ വന്നോളും. നമുക്കപ്പോൾ ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് പതിയെ കയറും. പുറകിൽ വണ്ടിയൊന്നും ഇല്ലല്ലോ. ഓക്കെ, നമ്മളപ്പോൾ ട്രാഫിക് റൂൾസൊക്കെ നമ്മളെപ്പോഴും പാലിച്ചുകൊണ്ട് പിന്നെ അല്ല. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരെ കൊച്ചി പോയിട്ട് നമ്മുടെ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇച്ചിരി നോക്കി നമ്മുടെ വണ്ടി ഇച്ചിരി ക്ലീൻ ആക്കണം. എന്തായാലും അങ്ങോട്ട് പോയത്തി നമ്മുടെ വണ്ടി ഇച്ചിരി പൊടിയാകും. നമ്മുടെ അലാസ്ക ഇച്ചിരി പൊടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് വണ്ടി ഇച്ചിരി കുളിപ്പിച്ച് സെറ്റാക്കി നമുക്ക് വണ്ടി അവിടെ ഷെഡ് വെക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ട്രിപ്പൊന്നും ഇല്ലാതെ ലീവായിരിക്കണ സമയമായിരുന്നു കേട്ടോ ഇത്. ഓക്കെ, അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചെറിയ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബായ്. പിന്നെ ഗൈസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ.